വയനാട് തലപ്പുഴ കമ്പിപ്പാലം ജനവാസ മേഖലയിൽ കടുവ സാന്നിധ്യം. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിവരങ്ങളുമായി ടി അനീസിൽ ചേരുന്നു. അനീസ്, ഈ വന്യജീവി ആക്രമണത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ തലപ്പുഴയിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് തലപ്പുഴ കമ്പിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അത് കാൽപ്പാടുകൾ കടുവയുടെ തന്നെയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ കാൽപ്പാടുകൾ കണ്ടു. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നേരത്തെ ഈ പ്രദേശവാസികൾ കടുവയെ കണ്ടിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ നടപടികൾ കാര്യക്ഷമമല്ല എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണമെന്നും ആ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം നടപടികളിലേക്കൊന്നും വനംവകുപ്പ് കടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് പ്രതിഷേധം കനക്കുന്നത്. പ്രദേശം തൊട്ടടുത്ത് തന്നെ എസ്റ്റേറ്റുകളും കാടിനോട് അടുത്ത പ്രദേശവും ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഈ കാൽപ്പാടുകൾ കണ്ടിട്ടുള്ളത് ജനവാസ കേന്ദ്രത്തിലാണ്. ഈ കടുവ നാട്ടിലിറങ്ങുന്നു എന്ന വ്യക്തമായ വിവരമാണ് ഇപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു, അത് കടുവയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുമ്പ് പ്രദേശവാസികൾ കടുവയെ കണ്ടിരുന്നു എന്നും പറയുന്നുണ്ട്. എങ്കിൽ വലിയ തരത്തിൽ അപകട ഭീഷണി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെ ദൂരീകരിക്കാൻ ആവശ്യമായ നടപടികളൊന്നും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രതിഷേധത്തിന് കാരണമായി അവർ ഉയർത്തുന്നത്. തീർച്ചയായും ഇങ്ങനൊരു ആരോപണം, കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു ആരോപണം വരുമ്പോൾ, അത്തരമൊരു കണ്ടെത്തൽ വരുമ്പോൾ അതിന് തക്കതായ പെട്ടെന്നുള്ള നടപടികൾ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. വിവരങ്ങൾ നൽകിയത് ടി അനീസലിയാണ്.